ഹായ് ഫ്രണ്ട്സ്, എന്തല്ല ഇന്ന് നമുക്കൊരു LED ടി വിയുടെ ബാക്ക് ലൈറ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ലൈക്കും ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് നമുക്ക് പുതിയ വീഡിയോസ് ഇടാനുള്ള മൈലേജ് തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഒരു LED ടി വിൻ്റെ ബാക്ക് ലൈറ്റ് എങ്ങനെ പോയതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ടി വി ഓണായി വരുമ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ അതിൻ്റെ ലോഗോയോ അല്ലെങ്കിൽ എന്തെങ്കിലും പിക്ചർ ചെറിയ രീതിയിൽ കാണാൻ പറ്റും. അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ബാക്ക് ലൈറ്റ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ടി വി അയക്കുന്നതിന് മുന്നേ നമ്മൾ അയക്കാൻ വെക്കുന്ന ടേബിൾ നീറ്റായിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. നീറ്റായിട്ട് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്ക്രൂസോ കാര്യമോ ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ടി വി എടുത്ത് കഴിഞ്ഞിട്ട് മേശൻ്റെ മുകളിൽ കമഴ്ത്തി വെക്കുക. അതിൻ്റെ സ്റ്റാൻഡ് റിമൂവ് ചെയ്യുക. സ്റ്റാൻഡ് ഉള്ളതാണെങ്കിൽ സ്റ്റാൻഡ് റിമൂവ് ചെയ്യുക. വാൾ ബ്രാക്കറ്റ് ആണെങ്കിൽ വാൾ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു 32 ഇഞ്ചിൻ്റെ ടി വിയാണ്. എല്ലാ ടി വിൻ്റെയും ബാക്ക് ലൈറ്റ് വരുന്ന ഒരേ മോഡലല്ല കേട്ടോ. എഡ്ജ് LED വരുന്ന ടി വിസൊക്കെ ഉണ്ട് ഇപ്പോൾ. പിന്നെ ഫ്രെയിംലെസ് ആയിട്ട് വരുന്ന ടി വികളൊക്കെ ഉണ്ട്. ഇത് ഫ്രെയിമുള്ള ഒരു നോർമൽ ടൈപ്പ് LED ആണ്. ഏത് ടി വി ആയാലും കോമൺ ആയിട്ടുള്ളൊരു കാര്യമുണ്ട്, അതാണ് ഡിസ്പ്ലേ റിമൂവ് ചെയ്യൽ. ഇറ്റ്സ് ഡിഫിക്കൾട്ട്. നമ്മളിപ്പോൾ ടി വിൻ്റെ ബാക്ക് ബോർഡിൻ്റെ സ്ക്രൂസ് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിസ്പ്ലേ റിമൂവ് ആക്കൽ ഡിഫിക്കൽട്ടാന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളെ ചെറിയൊരു അശ്രദ്ധ മതി ഇതിൻ്റെ ഡിസ്പ്ലേ പൊട്ടിപ്പോവാൻ, ഡാമേജ് ആവാൻ. അപ്പോൾ നമ്മൾ അത്രയും കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള TFT ഗ്ലാസ് ഒരു തിന്നറായിട്ടുള്ള ഗ്ലാസ്സാണ്. പിന്നെയെന്ന് വെച്ചാൽ നമ്മളെ പഴയ കാലത്തെ CRT ടി വിനെ അപേക്ഷിച്ചിട്ട് LED ടി വിയിൽ വരുമ്പോൾ ഒരുപാട് സ്ക്രൂസ് കൂടുതലുണ്ട്. അപ്പോൾ അയക്കുന്ന സ്ക്രൂസൊക്കെ ഒന്നും മിസ്സാവാതെ നല്ല രീതിയിൽ എടുത്ത് വെക്കണം. ഇപ്പോൾ നമ്മൾ ബാക്ക് ബോർഡിൻ്റെ ബോട്ടം സൈഡിലുള്ള സ്ക്രൂസാണ് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ബാക്ക് ലൈറ്റ് വർക്ക് ചെയ്യാത്ത പ്രോബ്ലംസ് വരുന്നത് ബോർഡിൽ ഇഷ്യൂ കൊണ്ട് വരാം. ഈ ബാക്ക് ലൈറ്റിൻ്റെ LED സ്ട്രിപ്പ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയും വരാം. അപ്പോൾ എന്താണ് കംപ്ലൈൻറ്റ് നമ്മൾ ഇത് അയച്ച് കഴിഞ്ഞിട്ട് ഫൈൻഡ് ചെയ്യണം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. ഇപ്പോൾ അയച്ചത് സ്പീക്കറിൻ്റെ വയറാട്ടോ. ഈ മോഡൽ LED ടി വി മുന്നേ സർവീസ് ചെയ്ത് പരിചയമുള്ളത് കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന സ്ട്രിപ്പ് LED സ്ട്രിപ്പ് ഏത് മോഡലാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അതേപോലത്തെ ഒരു LED സ്ട്രിപ്പ് പുറത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഒരു സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. അല്ലാതെ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് കംപ്ലൈൻറ്റ് എങ്ങനെ ഫൈൻഡ് ചെയ്യാമെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാൻ ശ്രമിക്കാം. നിങ്ങളെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു സ്ട്രിപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഉള്ളിലുള്ള LED ഏതാണെന്ന് അറിയാതെ എടുത്ത് കണക്ട് ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ അത് LED ഡ്രൈവർ കംപ്ലൈൻ്റ് ആവാനോ അല്ലെങ്കിൽ LED സ്ട്രിപ്പ് കംപ്ലൈൻ്റ് ആവാനോ സാധ്യതയുണ്ട്. ഏതായാലും ഇതും ഓക്കെയാണ്. LEDൻ്റെ പ്രോബ്ലംസ് തന്നെയാണ്. നമ്മൾ പുറത്ത് എക്സ്റ്റേണൽ കൊടുത്ത LED കത്തിയിട്ടുണ്ട്. അപ്പോൾ LED സ്ട്രിപ്പിൻ്റെ തന്നെയാണ് കംപ്ലൈൻറ്റ് കൺഫേം ആണ്. ഇനി നമുക്ക് ഡിസ്പ്ലേ അയച്ചെടുക്കണം. ഇതിൻ്റെ ഫ്രെയിം വരുന്നത് മുകളിലൊക്കെ ലോക്കാണ് വരുന്നത്. അടിയിൽ മാത്രം ബോട്ടം സൈഡിൽ മാത്രമേ ഉള്ളൂ സ്ക്രൂ വരുന്നത്. ഇനി നമുക്ക് ഡിസ്പ്ലേൻ്റെ ഭാഗം നമ്മൾ നേരെ വരുന്ന രീതിയിൽ തിരിച്ച് വെക്കണം. ഇനി നമുക്ക് റിമോട്ട് സെൻസർ റിമൂവ് ചെയ്യാം. ടി വിൻ്റെ ഫ്രെയിമിൻ്റെ മുകളിലാണ് റിമോട്ട് സെൻസർ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ബോട്ടം സൈഡിലുള്ള സ്ക്രൂസ് മൊത്തം അയച്ചെടുക്കാം. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഡിസ്പ്ലേ അയക്കുമ്പോൾ നല്ല രീതിയിൽ കെയർ ചെയ്യണം. കാരണം ചെറിയൊരു അശ്രദ്ധ മതി ഇത് പൊട്ടിപ്പോവാൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ എന്ത് വർക്ക് ചെയ്യാന്നുണ്ടെങ്കിലും അതിൽ നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം എന്നുള്ളത്. കാരണം ഇതിൻ്റെ കേസിൽ ഞാൻ പറയാം. അപ്പോൾ നമ്മളിത് അയക്കുന്നത് മുതൽ തിരിച്ച് ഫിറ്റ് ചെയ്യുന്നവരെ നല്ലതായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ടൈം ഇതേ സെയിം കംപ്ലൈൻ്റ് ഉള്ള ഒരു ടി വി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിന്ന കംപ്ലൈൻ്റ് ആണ്. നമ്മൾ കോമൺ കംപ്ലൈൻറ്റ്സ് ഒക്കെ പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ടി വിൻ്റെ സിംറ്റംസ് കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ടി വിൻ്റെ ബാക്ക് ബോഡി അയച്ചും കഴിഞ്ഞിട്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ഒന്നുകൂടി ഒരു സൗകര്യത്തിന് വേണ്ടി ചെയ്തതാണ്. LVDS കേബിള് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുക. T-CON ബോർഡിന് ക്ലിപ്പ് ടൈപ്പ് ആയി ഉണ്ടാവുക. ആ ക്ലിപ്പ് കറക്റ്റായിട്ട് റിമൂവ് ചെയ്തേക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഗോൾഡ് കളറിൽ സ്ട്രിപ്പ് വരുന്നില്ലേ, കോഫ് എന്നാണ് അതിന് പറയുക. അതൊക്കെ ഇളക്കം കുടിയും കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ ലൈൻസ് വീഴാനോ അല്ലെങ്കിൽ ഹാഫ് ഡിസ്പ്ലേ പിക്ചർ ഇല്ലാണ്ടായി പോകാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം. പിന്നെ നമ്മൾ ഈ ബാക്ക് ലൈറ്റ് പോയ ടി വി നമ്മളിപ്പോൾ സർവീസിന് എടുക്കുമ്പോൾ ഇതിൽ മുന്നേ ലൈൻസ് ഉണ്ടോ, ബ്ലാക്ക് ഡോട്ട്സ് ഉണ്ടോ, അങ്ങനെ ഡിസ്പ്ലേ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ബാക്ക് ലൈറ്റ് ചേഞ്ച് ചെയ്ത്
സെറ്റ് ഓൺ ആയി കഴിഞ്ഞാൽ മാത്രമേ ഡിസ്പ്ലേക്ക് വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റും. അങ്ങനെ ഒരു ടാസ്കും കൂടി ഇതിലുണ്ട്. ഫ്രെയിംസിൻ്റെ എല്ലാ ലോക്കും അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഫ്രെയിംസും ഊരി മാറ്റി വെച്ചിട്ടുണ്ട്. ഡിസ്പ്ലേ എടുക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡിസ്പ്ലേ വെക്കാനുള്ളൊരു സ്പേസ് കണ്ടെത്തണം. അങ്ങനെ ഡിസ്പ്ലേ നമ്മൾ സേഫായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ കൈ നല്ല നീറ്റായിരിക്കണം. കാരണം ഈ വൈറ്റ് ഷീറ്റിൻ്റെ മുകളിലൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ചെളിയോ കാര്യമൊക്കെ പതിഞ്ഞാൽ ഒരു വൃത്തികേടായിരിക്കും. അപ്പോൾ അതൊന്നും നമ്മൾ കൈ നല്ല നീറ്റായിട്ടുള്ള കൈ കൊണ്ട് തന്നെ ഇതിൻ്റെ വൈറ്റ് പ്രതലങ്ങളിലൊക്കെ തൊടുക. ഇനി ഈ വൈറ്റ് ഷീറ്റിൻ്റെ മുകളിലുള്ള ഈ സ്ക്രൂസ് അയച്ചിട്ട് ഉള്ളിലാണ് അതിൻ്റെ LED സ്ട്രിപ്പ് ഉള്ളത്. ഇതിൻ്റെ LED സ്ട്രിപ്പ് സ്ക്രൂ വരുന്ന ടൈപ്പാണ്. ചില കേസിൽ ഗമ്മ് വരുന്ന LED സ്ട്രിപ്പും ഉണ്ട്. അപ്പോൾ പഴയ LED സ്ട്രിപ്പ് നമ്മൾ മാറ്റി വെച്ചിട്ട് പുതിയത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വയറിൻ്റെ കണക്ഷന് മസ്റ്റായിട്ട് മറന്നു പോകാണ്ടിടണം. ഈ TV-യിൽ 2 സ്ട്രിപ്പാണ് വരുന്നത്. 32 ഇഞ്ചിലൊക്കെ കോമൺ ആയിട്ട് 2 സ്ട്രിപ്പോ കണ്ടുവരുന്നുള്ളൂ. പഴയ മോഡലൊക്കെ ആയിരുന്നു ഒരു 3 സ്ട്രിപ്പൊക്കെ കണ്ടുവരുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ചില കേസിലൊക്കെ ഒരു സ്ട്രിപ്പ് മാത്രമേ കമ്പനി ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മൾ പറ്റുമെങ്കിൽ ഈ 2 സ്ട്രിപ്പും ഒന്നിച്ച് തന്നെ മാറ്റുക. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ പുതിയ സ്ട്രിപ്പും പഴയ സ്ട്രിപ്പും തമ്മിൽ ഈ ബ്രൈറ്റ്നസ്സിലൊക്കെ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. നമുക്കത് മനസ്സിലാവില്ല. ലാസ്റ്റ് ഡിസ്പ്ലേ കുടുക്കി കഴിഞ്ഞ് പിക്ചർ വരുമ്പോഴാണ് അതിൻ്റെ ആ ബ്രൈറ്റ്നസ്സിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുക. അതുമാത്രമല്ല, നമ്മളിപ്പോൾ ബാക്ക് ലൈറ്റൊക്കെ ചേഞ്ച് ചെയ്ത് ചിലപ്പോൾ 1-2 മാസം അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പഴയ സ്ട്രിപ്പ് അടിച്ചു പോകുന്നത്, നമ്മളത് ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇതൊരു സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് ഒരു സ്ട്രിപ്പ് കമ്പൈൻഡ് ആയാൽ രണ്ടും കത്തൂല. അങ്ങനെ ആകുമ്പോൾ പിന്നെയും നമ്മൾ ഇതേ പ്രോസസ്സ് തന്നെ ഡിസ്പ്ലേ കഴിച്ചെങ്ങാനിട്ട് പിന്നെയും ഇത് തന്നെ ചെയ്യേണ്ടി വരും. ഞാനേതായാലും പുതിയ സ്ട്രിപ്പ് ഉണ്ടല്ലോ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് TV ഓൺ ആക്കിയിട്ട്. കാരണം നമ്മൾ ഇത് ചെക്ക് ചെയ്യാതെ ഡിസ്പ്ലേ കുടുക്കി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഡിസ്പ്ലേ അയക്കുക പറഞ്ഞത് ഒരു റിസ്ക് പരിപാടി ആയതുകൊണ്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേ പോലെ LED ഒക്കെ കറക്റ്റ് പ്രോപ്പർ എല്ലാ LED ലൈറ്റ്സും കത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് ഡിസ്പ്ലേ അതിൻ്റെ ഫ്രെയിം ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആ എഡ്ജസിലൂടെ ഒന്ന് വിരലോടിച്ച് നോക്കണം. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ആ ലോക്കിങ്ങും കാര്യവും, ആ ഷീറ്റിനൊക്കെ ഓരോ ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ക്യാമറ കറക്റ്റ് കാണിക്കാൻ പറ്റിയില്ല. പക്ഷേ അതിൽ എന്തെങ്കിലും ഡിഫറൻസ് വരുമ്പോൾ നമ്മൾ ഈ ഡിസ്പ്ലേ വെച്ച് അങ്ങോട്ട് ലോക്ക് ചെയ്യാൻ വേണ്ടി പ്രസ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ഞാൻ വീണ്ടും ഡിസ്പ്ലേ പൊട്ടുന്നതിനെ പറ്റി പറയുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ LED TVൻ്റെ മെയിൻ കോസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് ഡിസ്പ്ലേ. അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ വലിയ കാര്യമില്ല. പിന്നെ ബോർഡ് മാത്രമേ ഉള്ളൂ, പിന്നെ ഫ്രെയിമും. അപ്പം മെയിൻ സാധനം ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമ്മളത് അത്രയും കെയർ ചെയ്യണം. പിന്നെ ഞാൻ ഇപ്പോൾ ടിഷ്യൂ വെച്ച് ജസ്റ്റ് ഒന്ന് എഡ്ജസിലുള്ള പൊടികളൊന്ന് തുടച്ചാണ്. വീണ്ടും നമ്മൾ ഫ്രെയിം വെച്ച് പ്രസ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേൻ്റെ ചുറ്റുഭാഗവും ഒന്ന് വിരലോടിച്ച് നോക്കണം. എന്താണെന്ന് വെച്ചാൽ ഡിസ്പ്ലേ കറക്റ്റ് ആ സീറ്റിങ്ങിൽ ഇറങ്ങി നിന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രസ് ചെയ്യുന്ന സമയത്തായിരിക്കും ഡിസ്പ്ലേ പൊട്ടാനുള്ള സാധ്യത. അപ്പോൾ എല്ലാം ഓക്കെയാണ്. ഞാൻ ഫ്രെയിം വെച്ച് കാണിട്ട് കറക്റ്റ് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്ക് ബോർഡ് ഇടുന്നതിന് മുന്നായിട്ട് നമുക്ക് LVDS കേബിളിൻ്റെ കണക്ഷന്, ബാക്ക് ലൈറ്റിൻ്റെ കണക്ഷന്, സ്പീക്കറിൻ്റെ കണക്ഷന്, അതേപോലെ റിമോട്ട് സെൻസർ, ഇതൊക്കെ കറക്റ്റ് പ്ലേസ് ചെയ്തിട്ട് ബാക്ക് ബോഡി ഫിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ക്യാമറയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഈ വയേഴ്സിൻ്റെ കണക്ഷൻസൊക്കെ കാണാൻ വേണ്ടിയിട്ട് TV തിരിച്ച് വെച്ചാണ്. ഇപ്പോൾ കണക്ട് ചെയ്തതാണ് LVDS കേബിള്. ഇതാണ് റിമോട്ടിൻ്റെ സെൻസർ. അത് കഴിഞ്ഞ് പാനൽ സ്വിച്ചിൻ്റെ കണക്ഷൻസാണ്. പിന്നെ നമ്മൾ ഈ കേബിൾസൊക്കെ കറക്റ്റ് പ്രോപ്പറായിട്ട് ടൈ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ഒരു ടേപ്പ് ഉണ്ട്, ആ ടേപ്പ് ഇട്ട് ഒട്ടിച്ച് വെക്കുക. ഇപ്പോൾ ഈ കണക്ട് ചെയ്യുന്ന വയറാണ് സ്പീക്കറിൻ്റെ കണക്ഷന്. അതും കൂടി കഴിഞ്ഞാൽ പിന്നെ എല്ലാ വയർ കണക്ഷനും ഓക്കെയാണ്. AC കോഡ് ബോർഡിൻ്റെ മുകളിൽ ഒരു ചെറിയ സ്ലോട്ട് ഉണ്ട്, അവിടെ ഫിക്സ് ചെയ്യുക. ഇനി നമുക്ക് ബാക്ക് ബോഡി കറക്റ്റ് അതിൻ്റെ സീറ്റിങ്ങിൽ വെച്ചിട്ട് സ്ക്രൂ ചെയ്യൽ തുടങ്ങാം. ഞാനൊരു ബിഗിനർ ആയതുകൊണ്ട് തന്നെ എൻ്റെ അവതരണമൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക, ഞാൻ അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം. പിന്നെ നിങ്ങൾ ചാനൽ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബെല്ലൈക്കൺ ഓണാക്കി വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിലൊക്കെ ആരെങ്കിലും ഇലക്ട്രോണിക്സ് പഠിച്ചു വരുന്ന ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
ഓൾറെഡി ഇലക്ട്രോണിക്സ് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ചിലപ്പോൾ എന്നെക്കാൾ ബെറ്റർ ആയിട്ടൊക്കെ ഡിസ്പ്ലേ ബാക്ക് ലൈറ്റ് ചേഞ്ച് ചെയ്യാനൊക്കെ അറിയാമായിരിക്കാം. എനിക്ക് കഴിയുന്ന രീതിയിൽ ഒറ്റക്കാണ് ക്യാമറ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തതും വർക്ക് ചെയ്യുകയും രണ്ടും കൂടി ചെയ്തത്. അപ്പോൾ നമുക്കിനി ടി വി കണക്ട് ചെയ്ത് കണ്ടിട്ട് ഓണാക്കി നോക്കാം. ടി വി ഓണായിട്ടുണ്ട്. ഡിസ്പ്ലേ ഒക്കെ പക്ക പെർഫെക്റ്റ് ആണ്, എല്ലാം ഓക്കെ ആണ്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് ഇരുന്ന എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.